ഹലോ ഫ്രണ്ട്സ്, അമൃതം പൊടി വെച്ച് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പറ്റുമല്ലേ? അത് വെച്ച് ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനായതുകൊണ്ട് ആദ്യം നമുക്ക് അമൃതം പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. അങ്ങനെ വറുത്തെടുത്തിട്ടുള്ള അമൃതം പൊടിയാണ് കേട്ടോ ഇത്. അതിലേക്ക് നമ്മൾ അരി നന്നായി വറുത്തിട്ട് പൊടിച്ചെടുക്കുക. അതായത് നല്ല നൈസ് പൗഡർ ആക്കേണ്ട ആവശ്യമില്ല, തരിതരിപ്പോട് കൂടിയിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഏലക്കയും കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ അരി പൊടിച്ചെടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് അമൃതം പൊടിക്ക് അരി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചിരകിയ തേങ്ങ ഇടാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഇതിൽ നെയ്യ്, ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് നന്നായി കുഴച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് അമൃതം പൊടി കൊണ്ട് ലഡുവെന്നോ ഉണ്ടാന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും ഇട്ടില്ല. ഇതിൽ നമ്മൾ അരി വറുത്ത് പൊടിച്ച് ചേർക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമൃതം പൊടി മാത്രമാകുമ്പോൾ അതൊരു കുഴഞ്ഞു പോയിക്കൊണ്ടാവും. അപ്പോൾ അരി വറുത്ത് പൊടിച്ചതും കൂടി ആകുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാട്ടോ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി നോക്കാറുണ്ടോ? അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുണ്ട് കേട്ടോ. എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഈ വിഭവം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.